ഇന്നലെ വന്ന വളരെ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷിയാസ് കരീമിനെതിരായ ലൈംഗിക പീഡന പരാതി. ഷിയാസ് കരീമിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെയൊക്കെ പോലീസ് കേസെടുക്കാൻ മടിച്ചിരുന്നു. തെളിവുകൾ കുറച്ചുകൂടി ശേഖരിക്കട്ടെ എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഒപ്പം ഷിയാസ് നൽകിയ മറ്റൊരു കേസ് മറ്റൊരു സ്റ്റേഷനിലുണ്ടായിരുന്നു. അതുകൂടി പരിശോധിച്ച ശേഷമാകും നിയമ നടപടിയിൽ കടക്കുക എന്നാണ് പോലീസ് വൃത്തങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നത്. ബിസിനസ് പങ്കാളിയെ യുവതി നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 65 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് യുവതിയുടെ മൊഴി. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഷിയാസ് ഇന്നലെ നവമിയോട് സംസാരിച്ചിരുന്നു. ഇത് തനിക്കെതിരെയുള്ള ഒരു ട്രാപ്പാണ് എന്നാണ് ഷിയാസ് പറഞ്ഞത്. താൻ നൽകിയ കേസിന് കൗണ്ടറായി കൊടുത്തത് മാത്രമാണ്, തെളിവുകളൊന്നുമില്ല. തൻ്റെ പണമാണ് ഈ യുവതി തട്ടിയെടുത്തതെന്ന് എന്നും മറ്റുമാണ് ഷിയാസ് പറയുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കേസിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയോ? ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ പോലീസിന്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാലാരിവട്ടം പോലീസ് നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, സാമ്പത്തിക വഞ്ചന, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം ഈ സംഭവം നടന്നത്, അതായത് ഈ യുവതി പാലാരിവട്ടം സ്വദേശിയാണ്. പക്ഷേ ഈ സംഭവം നടന്നത്, ഈ ലൈംഗിക അതിക്രമമൊക്കെ നടന്നു എന്ന് പറയുന്നത് കോഴിക്കോട് ഹോട്ടലിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ പാലാരിവട്ടം പോലീസ് ഈ കേസ് കോഴിക്കോട് പോലീസിന് കൈമാറുമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ചേവായൂർ പോലീസിനായിരിക്കും ഈ കേസ് കൈമാറുക. എന്നാലും പോലീസ് ഇന്നലെ രാവിലെയാണ് പോലീസിന് ഈ ഒരു യുവതിയുടെ പരാതി നൽകിയത്. അത് ചില തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയത്. നേരത്തെ തന്നെ ഈ ഷിയാസ് കരീമുമായി ബന്ധപ്പെട്ടുവെങ്കിൽ പോലും ഷിയാസ് ഭാര്യയുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അല്പം തിരക്കിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ എത്താമെന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ഷിയാസ് തന്നെ പെരുമ്പാവൂരിൽ താൻ ഈ യുവതിക്ക് എതിരെ നൽകിയ കേസിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ കേസിനെ കുറിച്ചൊന്ന് വിശദമായി അന്വേഷിച്ചത്. ഈ യുവതിക്കെതിരെ തന്നെ ഷിയാസ് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനം, ഈ പറയുന്ന യുവതി അത് തൻ്റെ മാതാവിൻ്റെ സുഹൃത്തു കൂടിയാണ്, കുടുംബ സുഹൃത്താണ്. ഇടയ്ക്കിടെ വീട്ടിലേക്ക് വരാറുണ്ട്. തൻ്റെ കല്യാണത്തിനടക്കം ഈ യുവതി വന്നതാണ്. ആ സമയത്തൊക്കെ അവർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും സ്വർണവും പണവും ഒക്കെ ഈ കടമായി ഈ യുവതിക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്തൊന്നും തനിക്കിത് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഭാര്യയും അമ്മയും തന്നിൽ നിന്നും ഇങ്ങനെ ഈ സ്വർണവും പണവും ഒക്കെ തട്ടിയിട്ടുണ്ട്, അത് തിരിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നീട് ഷിയാസ് ഇവർ യുവതിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ പണമൊക്കെ തിരിച്ചു നൽകണമെന്ന്. ഇവർ തരാൻ കൂട്ടാക്കാത്തതോടുകൂടിയാണ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയത്. അത് പിന്നീട് കോടതിയിലേക്ക് എത്തുകയും കോടതി ഈ യുവതിക്ക് നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്നാണ് തന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ താൻ ലൈംഗിക ചിത്രങ്ങൾ എടുത്തു, അല്ലെങ്കിൽ ഇവരുമായുള്ള അശ്ലീല ചിത്രങ്ങൾ എടുത്തു, ഇവരെ ലൈംഗികമായി അതിക്രമിച്ചു എന്നൊക്കെ കള്ളപ്രചാരണം നടത്തിക്കൊണ്ട് പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് ഷിയാസ് പറയുന്നത്. ശരിക്കും താനാണ് ഇവിടെ പറ്റിക്കപ്പെട്ടത്, തന്നെയാണ് ഭീഷണിപ്പെടുത്തിയത്, പണം തിരികെ നൽകില്ല, തനിക്കെതിരെ കള്ളക്കേസ് നൽകുമെന്ന് നേരത്തെ ഈ യുവതി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുകൂടിയാണ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസ് കോഴിക്കോട് പോലീസിന് കൈമാറുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ യുവതിക്കെതിരായിട്ട് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഷിയാസ് എന്നതിന്റെ തെളിവുകളടക്കം ഷിയാസ് ന്യൂസ് 18 നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി എന്താണ് പോലീസിന്റെ അടുത്ത നടപടി എന്നാണ് നോക്കിക്കാണുന്നത്. സ്വാഭാവികമായും ഷിയാസ് മുൻകൂർ ജാമ്യം അടക്കം തേടി കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഷിയാസ് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചികിത്സയും മറ്റും നടക്കുകയാണ്. 3 ദിവസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് ഷിയാസ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തനിക്കെതിരെ മുൻപും ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണ പരാതി വന്നതുകൊണ്ട് തന്നെ താൻ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് സ്ത്രീകളോട് പെരുമാറാറുള്ളത്. പ്രത്യേകിച്ച് തന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാം. പോലീസിലും മാധ്യമങ്ങൾക്കും തനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറന്നു പറയാൻ താൻ ധൈര്യപ്പെടുന്നത് എന്നുകൂടിയാണ് ഷിയാസ് ന്യൂസ് 18നോട് ഇന്നലെ പറഞ്ഞതുപോലെ. നേരത്തെയും ഷിയാസിനെതിരെ സമാനമായ ഒരു പരാതി വന്നിട്ടുണ്ട്. അത് മറ്റൊരു യുവതിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ബിസിനസ് പരമായ തർക്കങ്ങളുടെ പുറത്തുണ്ടായ 2 പരാതികൾ എന്ന് മാത്രമായി കരുതാമോ? ഈ പറഞ്ഞ പോലെ നഗ്നദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുമെന്ന് യുവതി പറഞ്ഞെങ്കിൽ അതിനുള്ള തെളിവുകൾ കൂടി അവർ ഹാജരാക്കണമല്ലോ.
ഒപ്പം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റും പോലീസിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത്തരം ഈ മറുഭാഗത്തുള്ള യുവതി വളരെ സ്ട്രോങ് ആയി തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെയാണോ? അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ യുവതി ഇന്നലെ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെയും ചില ചാറ്റുകളുടെയും ഒക്കെ സ്ക്രീൻഷോട്ടും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റ് അടക്കം കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ എത്ര സത്യാവസ്ഥയുണ്ടെന്ന് നമുക്കറിയില്ല. ഷിയാസ് പറയുന്നതനുസരിച്ച് അങ്ങനെ സാമ്പത്തിക ഇടപാട് താനുമായി നേരിട്ട് നടത്തിയിട്ടില്ല. പകരം തന്റെ മാതാവും ഭാര്യയുമായിട്ടാണ് ഇവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത്. താൻ അവരുടെ ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ചു കടക്കുകയോ അവരുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുകൂടി പറയും. തന്റെ മാതാവിന്റെ പ്രായമുള്ള സ്ത്രീയാണ്, തന്റെ അമ്മയെ പോലെയാണ് അവരെ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുമായിട്ട് താൻ എങ്ങനെയാണ് അവരെ ഇത്തരത്തിലുള്ളൊരു മോശം രീതിയിലേക്ക് കൊണ്ടുപോവുക? തനിക്ക് അതിന്റെ ആവശ്യമില്ല. അതോടൊപ്പം തന്നെ തനിക്ക് ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല. തന്റെ മാതാവും ഭാര്യയും സാമ്പത്തിക ഇടപാട് നടത്തി എന്നത് താൻ അറിഞ്ഞത് തന്നെ ഏറെ വൈകിയാണെന്ന് കൂടിയാണ് ഷിയാസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തന്റെ പക്കലും തെളിവുകളുണ്ട്. ഇവരുമായിട്ട് ഏത് വിധത്തിലാണ് താൻ സംസാരിച്ചത്, തന്നെ ഇവർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ അടക്കം തെളിവുകൾ തന്റെ പക്കലുണ്ട്. അതും പോലീസിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഷിയാസ് പറയുന്നത്. ഏതായാലും ഷിയാസ് കരീമിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കേസിന്റെ വകുപ്പുകൾ ആ തരത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഷിയാസ് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.